ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ചന്ദ്രാമ്മയാണെങ്കിൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കിട്ടുന്നില്ലടി. അങ്ങനെ ശ്രുതിയുടെ ടെൻഷനും വെപ്രാളവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും മീര പറഞ്ഞു, ദേ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട. നമ്മൾ ഇതിൽ ഒന്ന് രണ്ട് മണ്ടത്തരമൊക്കെ കാണിച്ചു. കല്യാണത്തിന് മുന്നേ തന്നെ നിന്റെ അച്ഛൻ ചത്തുപോയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം അച്ഛനുണ്ടെന്നും ഒരു മാമനുണ്ടെന്നും പറഞ്ഞ് വേറൊരു മണ്ടനെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. ഇവരാരും ഇല്ല, ആ മാമ മാത്രമേ നിനക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. എടി, അമ്മ പൈസയൊക്കെ ചോദിച്ചിട്ട് ആകെ മൊത്തം ബഹളമാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് നമ്മുടെ ശ്രുതി പറയാണ്. നീ എന്തായാലും വിഷമിക്കണ്ട, നമുക്ക് മറ്റൊരു മാർഗം കണ്ടെത്താം. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും കൂടെ ആ മാമനെ തന്നെ ഇറക്കി കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ മാമൻ വീട്ടിൽ വരുന്നത് കാണിക്കുക. അപ്പോൾ പുള്ളിക്കാരൻ ഒരു വലിയ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര സൂട്ടും കോട്ടും ഒക്കെ ധരിച്ചിട്ട് നല്ല റിച്ച് ആയിട്ട് ഒരാൾ വരുന്ന രീതിയിൽ വരിക. മലേഷ്യയിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ പുള്ളി കാണിക്കണമല്ലോ. അങ്ങനെ ആശാൻ വീട്ടിലെത്തിയ പാടെ തന്നെ മോളെ ശ്രുതി എന്ന് വിളിച്ച് വീടിനകത്ത് മുഴുവനും നടക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതിയാണ് കാണുന്നത്. ചന്ദ്ര വന്നിട്ട്, അയ്യോ ഇതാരും ഈ വന്നിരിക്കുന്നത്, അയ്യോ നിങ്ങൾ എന്താ വരുന്ന കാര്യമൊന്നും വിളിച്ചു പറയാതിരുന്നേന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഭയങ്കര സ്വീകരണം. അങ്ങനെ ആശാനെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് ചന്ദ്രമതി വീട്ടിലുള്ള എല്ലാരെയും വിളിച്ചു. മക്കളെ, നിങ്ങൾ എല്ലാവരും വാ, ശ്രുതിയുടെ മലേഷ്യക്കാരൻ മാമൻ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് പുള്ളിക്കാരനെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ മാമൻ വന്നു. അപ്പൊ മാമൻ വന്നിട്ട്, ഞാൻ നിങ്ങളോട് മിണ്ടില്ല എന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ പിണങ്ങി നിൽക്കുകയാണ്. എൻ്റെ താലി പിടിച്ച് കോക്കൽ ചടങ്ങ്, ആ ഒരു കോർക്കുന്ന ആ ഒരു ചടങ്ങിന് പോലും നിങ്ങൾ വന്നില്ലല്ലോ, അതിൻ്റെ ഒരു പിണക്കത്തിലാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കര അഭിനയം. ആ സമയത്താണെങ്കിലോ മാമൻ പറഞ്ഞു, മോളെ മാമനോട് നീ ക്ഷമിക്ക്, എനിക്ക് മറ്റൊരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട്. ദേ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനു മുന്നേ ഇവിടുത്തെ ജനലും വാതിലുകളും ഒക്കെ നല്ലതുപോലെ അടക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇയാളിതെന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചിയാണെങ്കിലോ ഇങ്ങനെ ആലോചിക്കുക. അപ്പം അമ്മാവനാണെങ്കിൽ നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് ചന്ദ്രമതി എല്ലാവരോടും പറഞ്ഞു, ആ കഥകും വാതിലും ഒക്കെ അങ്ങ് അടച്ചേക്ക്. ഇനി മോളെ രേവതി, മോള് പോയിട്ട് ഒരു പാത്രം എടുത്തോണ്ട് വാന്ന് പറഞ്ഞു. പാത്രം എടുക്കുന്നത് എന്തിനാ? അതേ മാമ, ഇവിടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അതിനെന്താ മാമന് വേണമെങ്കിൽ എത്ര വേണേലും തരാമല്ലോ, അതിനാണോ മാമൻ പാത്രം ചോദിച്ചത്? സച്ചി കളിയാക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല മോനെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണെന്നും പറഞ്ഞു. അങ്ങനെ രേവതി കൊണ്ടുവന്നൊരു പാത്രം വെക്കുമ്പം എല്ലാവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാൻ പറഞ്ഞു. ഇയാൾക്ക് ഭ്രാന്തായോ എന്നുള്ള രീതിയിൽ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം രേവതി ആണെങ്കിലോ അവിടെ മേശപ്പുറത്തിരുന്ന അവളുടെ ആ ഒരു ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം അമ്മാവൻ ആ ഒരു കാര്യം പറയാൻ തുടങ്ങി. അതെ മോളെ ശ്രുതി, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ താലിപൂജ ചടങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ഒരുത്തൻ കള്ളക്കേസിൽ പെടുത്തി മോളെ. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മലേഷ്യയിലെ ജയിലിലാണ് എന്നൊക്കെ കൂടെ പറഞ്ഞു. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ബഹളം, കരഞ്ഞു കൂവി വിളിച്ചു നിൽക്കുന്ന ശ്രുതിയെ കാണുമ്പം നമ്മുടെ ശ്രുതിയുടെ ചങ്ക അലക്കിയാണ്. ശ്രുതിയാണെങ്കിൽ മോളെ ശ്രുതി, നീ കരയില്ലേടി, നീ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമെന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതിയെ എങ്ങനെയും ഒതുക്കണം. അതിനുവേണ്ടി ശ്രുതിയും ഈ മലേഷ്യക്കാരൻ മാമനും ഒക്കെ കൂടെ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ ആ ഒരു നാടകം ഇവിടെ ഗംഭീരമായിട്ട് അരങ്ങേറുമ്പോഴത്തേക്കിനും, അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ജയിലിലായ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തെ പുറത്തിറക്കണമല്ലോ, അതിനൊരു കാര്യം ചെയ്യാമെന്ന് ചന്ദ്ര പറയാണ്. നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ സുധിയും കൂടെ നേരെ മലേഷ്യക്ക് പോയിക്കോ, അപ്പൊ അമ്മാവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ. ഇത് കേട്ടതും നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അതെങ്ങനെ ശരിയാകും? അപ്പൊ മാമനെ കണ്ണ് കാണിക്കുകയാണ് ശ്രുതി. അന്നേരം മാമനും പറഞ്ഞു, അയ്യോ ചന്ദ്ര മേഡം, അതൊന്നും ശരിയാവില്ല. ദേ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വക്കീല് നോക്കിക്കോളും, പുള്ളിക്കാരനെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും, നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുവിധം നമ്മുടെ മാമൻ കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചു. ഇതിനിടയ്ക്ക് സച്ചിക്കാണെങ്കിൽ നല്ല ഡൗട്ടുണ്ട്, എന്തൊക്കെയോ ചില തിരിമറികൾ ഇതിനിടയ്ക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. രേവതിയോട് സച്ചി ഈ ഒരു
സംശയം പറയുമ്പോൾ രേവതി പറഞ്ഞു, ഒന്ന് പോന്നേ, നിങ്ങളുടെ ഒരു സംശയം. ദേ ആ ശ്രുതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്ക്, എന്ത് സങ്കടത്തിൽ അവൾ അവിടെ ഇരിക്കുന്നത്. ദേ അവളെ നമ്മൾ ആശ്വസിപ്പിക്കേണ്ട സമയമാണ്. സങ്കടം ആ പാർലർ ചേച്ചി പെശകാണ് എന്നുള്ള കാര്യം നിനക്ക് പിന്നെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയോട് സംസാരിക്കുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തിയില്ല. ഇനി എന്ത് ചെയ്യും? ആകെ മൊത്തം തൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു ആ മാമനും അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും ഒക്കെ. എന്നിട്ടിപ്പം അങ്ങേര് ജയിലുമായി. ഇനി എങ്ങനെയാണ് തൻ്റെ ഈ കടങ്ങളൊക്കെ വീട്ടുക? ശ്രുതിയോട് കാശ് ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ധർമ്മസങ്കടത്തിലായ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ രേവതി അങ്ങോട്ട് വന്നു. രേവതി വന്നിട്ട് രവിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. ചന്ദ്രമതിക്കാണെങ്കിലും എപ്പോഴും സമയത്ത് കോഫി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോഫി എടുത്ത് കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. ഇത് കണ്ടതും രവി ചോദിച്ചു, എൻ്റെ ചന്ദ്ര നിനക്ക് ഭ്രാന്തായോ എന്ന്? എനിക്ക് ഭ്രാന്താണ്, എനിക്ക് മുഴുത്ത ഭ്രാന്താണ്. ദേ നിങ്ങൾ ഈ മൂത്ത മരുമകളെ എന്ന് ഈ വീട്ടിൽ കയറ്റിയോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. ഈ വീട്ടിലെ മഹാലക്ഷ്മി ആവേണ്ടതവാ എൻ്റെ ശ്രുതിമോള്. ആ ശ്രുതിമോളുടെ അച്ഛനെ കണ്ടില്ലേ? കുബേരനെ പോലെ പണക്കാരനായ അദ്ദേഹം ഇപ്പൊ പിച്ചക്കാരനായി ജയിലിലാണ് ഉള്ളത്. എല്ലാത്തിനും കാരണക്കാരി ഇവൾ ഒറ്റൊരുത്തിയാണ് എന്നും പറഞ്ഞ് രേവതിയെ പഴിചാരുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും എന്തേലും ആയിക്കോട്ടെ, എന്നോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറി കിട്ടിയല്ലോ, ഇനി എല്ലാം രേവതിയുടെ തലയിലേക്ക് വന്നു ചേർന്നോളൂ എന്നൊക്കെ അവളും ഇങ്ങനെ ചിന്തിക്കുകയാണ്. സച്ചി ആണെങ്കിലോ, നിങ്ങൾക്ക് എന്തേലും ബോധമുണ്ടോ? നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ വീട്ടിലെ മഹാലക്ഷ്മി എൻ്റെ ഭാര്യയാണ്. കണ്ടില്ലേ അവൾ വാദിക്കെ തന്നെ ഒരു പൂക്കടയൊക്കെ ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടാ നീ എന്തറിഞ്ഞിട്ടാടാ ഈ പറയുന്നതെന്ന് സച്ചിയോട് നമ്മുടെ ചന്ദ്രമതി ചോദിക്കുക. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വർഷയും ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം, ആ വർഷയുടെ വീട്ടിൽ പോയിട്ട് ഇവള് ചെയിൻ മോഷ്ടിച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഒക്കെ ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള ഒരു പുതിയൊരു കഥയൊക്കെ അവിടെ വരുന്നുണ്ട്. അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവരും കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.